തള്ളിമാറ്റിക്കൊണ്ട് അതിനെയെല്ലാം തിരസ്കരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനമായി അറിയപ്പെടുന്ന വഹാബി പ്രസ്ഥാനം കടന്നു വന്നത്. ആ വഹാബി പ്രസ്ഥാനത്തിന് ആത്മീയമായൊരു മുഖം കൊടുത്തുകൊണ്ട് മറ്റു ചില ശൈലികൾ പ്രയോഗിച്ചുകൊണ്ടാണ് തബ്ലീഗ് ജമാഅത്ത് അങ്ങനെ വിദഅത്ത് പ്രസ്ഥാനം കടന്നു വന്നത്. അങ്ങനെ ഏത് പ്രസ്ഥാനത്തെ എടുത്തു നോക്കിയാലും അവരൊക്കെ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനിടയിൽ മതത്തിന്റെ ലേബലിൽ പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് അവർ ഈ സമൂഹത്തിൽ കടന്നു വന്നപ്പോൾ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വ്യതിചലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. 2001 മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിളർപ്പുണ്ടായി. ആ പിളർപ്പുണ്ടായ സമയത്ത് സമസ്ത കേരള ജമീയത്തുലമയല്ല അല്ലെങ്കിൽ ഏതെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിരോധികളല്ല ഇന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു വിഭാഗത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന മടവൂർ വിഭാഗത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായ ഡോക്ടർ ഇ.കെ. അഹമ്മദ് കുട്ടി ചന്ദ്രികാ ദിനപത്രത്തിലും മാധ്യമ ദിനപത്രത്തിലും അന്നൊരു ലേഖനം എഴുതി. മുജാഹിദ് പ്രസ്ഥാനം വളർന്ന ആ ഘട്ടത്തിൽ ആ ലേഖനത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞു, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് സംഭവിച്ച അപജയത്തിന് 3 കാരണങ്ങളാണുള്ളത്. 3 കാരണങ്ങളായി അദ്ദേഹം കേരളത്തിലെ മുസ്ലിം സമൂഹത്തോട് മാത്രമല്ല പൊതുസമൂഹത്തോട് ഇവിടുത്തെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ ദിനപത്രത്തിലൂടെ പരസ്യമായി തുറന്നു പറഞ്ഞു. ആ പ്രസ്ഥാനത്തിന് നേതൃത്വം ഇന്നും ഒരു വിഭാഗത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഇ.കെ. അഹമ്മദ് കുട്ടി പറഞ്ഞു, കേരളത്തിൽ മുസ്ലിം ഉമ്മത്തിനിടയിൽ തൗഹീദ് പ്രചരിപ്പിക്കാനാണ് മുജാഹിദ് പ്രസ്ഥാനം കടന്നു വന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥവും വ്യാഖ്യാനവും ഉൾപ്പെടുത്തിക്കാനും അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ശിർക്കിലേക്ക്, ജീർണതയിലേക്ക്, അനാചാരങ്ങളിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസത്തിന് കാവൽ നിൽക്കാനാണ് മുജാഹിദ് പ്രസ്ഥാനം കടന്നു വന്നത്. പക്ഷേ തൗഹീദിന്റെ അർത്ഥം എന്താണെന്ന് കൃത്യമായി കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനിടയിൽ പഠിപ്പിക്കുന്ന കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പരാജയപ്പെട്ടു എന്ന് 80 വർഷ കാലയളവിന് ശേഷം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നേതാവ് കേരളത്തിലെ മലയാള പത്രത്തിന്റെ വെള്ളക്കടലാസിൽ കറുത്ത വച്ചുകൊണ്ട് അച്ചടിച്ചുകൊണ്ട് എഴുതിയ ലേഖനത്തിൽ തുറന്നു പറഞ്ഞു. ഈ നിമിഷം വരെ ഡോക്ടർ ഇ.കെ. അഹമ്മദ് കുട്ടി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഈ നിമിഷം വരെ അതിലെ ഒരു ലേഖനത്തിൽ ഒരു പരാമർശം പോലും അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. രണ്ടാമത്തെ കാരണം അദ്ദേഹം പറഞ്ഞു, ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന പണ്ഡിതന്മാർ അവർക്ക് അശേഷം തഖ്വയുണ്ടായിരുന്നില്ല എന്ന് ഇദ്ദേഹം തുറന്നു പറഞ്ഞു. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞു, ധാർമ്മിക ബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പരാജയപ്പെട്ടു എന്ന്. ഇങ്ങനെ കാര്യങ്ങൾ തുറന്നു പറയാൻ തന്റെ ഇടം കാണിച്ച അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് 2 കഷ്ടങ്ങളാണ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് 5 ഗ്രൂപ്പുകളായി മാറിയിരിക്കുന്നു. മറഞ്ഞ പടികളിലൂടെ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുകയും കഴിയാത്തതിനെ കുറിച്ചുമുള്ള തൗഹീദി ചർച്ചകളിൽ ഇടപെട്ടുകൊണ്ട് തന്നെ അവസാനം ജിന്നുകളിൽ സഹായം തേടാം എന്ന ഘട്ടത്തിലേക്ക് മാത്രമല്ല ഒരു വിഭാഗം ഈ പാണ്ടിക്കാടിനടുത്ത് കൊടശ്ശേരിയിലും ഈ ചെറുവാടിക്കടുത്തും 2 പ്രദേശങ്ങളോ ജിന്നിനെ അടിച്ചിറക്കുന്ന സ്ഥാപനങ്ങൾ നടത്തുന്നില്ല. നമ്മുടെ പണ്ഡിതന്മാരും ഉസ്താദുമാരും അതിനുവേണ്ടി ആരുടെയും പുറകെ പോയിട്ടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവർക്ക് ചിലതൊക്കെ ചെയ്യാൻ കഴിയും. ആ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇവർ ആ സത്യം പറയുക മാത്രമല്ല ചെയ്തത്, അവസാനം അതിൽപ്പെട്ട ഒരു വിഭാഗം ജിന്നിനെ അടിച്ചിറക്കുന്ന ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങിയിരിക്കുന്നു. മന്ത്രിച്ചൂതാം എന്നേ നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളൂ. ഇവർ മന്ത്രിച്ചതിന് പുറമെ മന്ത്രിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് തുപ്പു കൂടി ചെയ്യും. അത്രയും എല്ലാം ഒരു പടി കടന്നിട്ടാ മന്ത്രിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഈ മനുഷ്യന്റെ ശരീരത്തിലേക്ക് കൃത്യമായി എത്തുകയില്ലേ എന്ന ശങ്ക കൊണ്ട് ഈ മന്ത്രത്തിന് അനുകൂലമായി ഫത്വ കൊടുത്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മന്ത്രിക്കുമ്പോൾ നേരിട്ടല്ല എത്ര മന്ത്രിക്കുക, ഒരു PVC പൈപ്പ് എടുത്തുകൊണ്ട് അത് ചെവിയിൽ വെച്ചുകൊണ്ട് ആ പൈപ്പിന്റെ ഇങ്ങേ തലക്കൽ വെച്ചുകൊണ്ട് പൈപ്പിലൂടെയാണ് അത്ര മന്ത്രിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു വരുന്ന കാര്യം, മതവും പ്രമാണങ്ങളും അതിലെ വിവിധ രീതികളുമൊക്കെ തന്നിഷ്ടപ്രകാരം കൈകാര്യം ചെയ്യപ്പെടാനും തന്റെ യുക്തികൾക്കനുസരിച്ചുകൊണ്ട് കൈകാര്യം കൊണ്ട് മതത്തിന്റെയും പ്രമാണങ്ങൾക്കും അപ്പുറം സ്വന്തം ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടുമൊക്കെ മതത്തിന്റെ പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കാനും ദുർവ്യാഖ്യാനം ചെയ്യാനും രംഗത്ത് വന്ന വിഭാഗം എത്തിപ്പെട്ട അവസ്ഥയാണിത്. എന്നിട്ട് അതിൽപ്പെട്ട ഒരു വിഭാഗത്തെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു. പരസ്പരം ശിർക്കാരോപണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് പരസ്പരം ശിർക്കാരോപണം നടന്ന അവസ്ഥയിൽ പ്രവർത്തിപ്പെട്ടത്?
ഇവിടെ പരമ്പരാഗതമായി മുസ്ലിം ഉമ്മത്ത് വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി ആചരിച്ചനുഷ്ഠിച്ചു വന്നിരുന്ന ഒരുപാട് സുഹൃതങ്ങളെ, ഒരുപാട് നന്മകളെ, അതിനെയെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട്, അതിനെല്ലാം മതത്തിന്റെ പട്ടികയിൽ വെട്ടിച്ചേർത്തുകൊണ്ട് ഇതെല്ലാം ശിർക്കാണ്, ജീർണതയാണ്, അനാചാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിനെ ഫലിപ്പിക്കാൻ വേണ്ടി പതിറ്റാണ്ടുകളോളം വന്നിട്ടുള്ള വിഭാഗം ഇന്ന് പരസ്പരം നെടുകപ്പുളരുക മാത്രമല്ല, വീണ്ടും വീണ്ടും പുലർന്നുകൊണ്ട് പരസ്പരം ശിർക്കാരോപണം നടത്തിക്കൊണ്ട് ഈ 4 ഗ്രൂപ്പിൽ പിന്നീട് സംഘടന വിദ്യാർത്ഥ. അദ്ദേഹം പറയുന്നു സംഘടന തന്നെ വിദ്യാർത്ഥ. ജമാൽ മങ്കട്ട എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ 5ാം ഗ്രൂപ്പിന്റെ വാദം സംഘടന തന്നെ വിദ്യാർത്ഥ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഈ പ്രസിഡന്റും സെക്രട്ടറി അടങ്ങിയ കമ്മിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല. പ്രവാചകന്റെ കാലത്ത് അങ്ങനെ ഒരു പ്രസിഡന്റും സെക്രട്ടറി അടങ്ങിയ കമ്മിറ്റി ഇല്ലാത്തതുകൊണ്ട് പ്രവാചകന്റെ കാലശേഷം അങ്ങനെ ഒരു കമ്മിറ്റിയും സംഘടനയും ഉണ്ടെങ്കിൽ അത് വിദ്യാർത്ഥാണ്. സംഘടന വിദ്യാർത്ഥാണ് എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം ഒരു സംഘടന ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ വാദം സംഘടന വിദ്യാർത്ഥാണെന്നാണ്. പക്ഷേ സംഘടന വിദ്യാർത്ഥാണ് എന്ന് സമൂഹത്തോട് പറയാൻ വേണ്ടി അദ്ദേഹം തന്നെ ഒരു സംഘടന ഉണ്ടാക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് പാർട്ടി, ഇത് കേരള കോൺഗ്രസുകാരെ കുറിച്ചാണെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാമായിരുന്നു. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞുകൊണ്ടുമൊക്കെ നിലപാടുകൾ മാറ്റിപ്പറയുന്നതിനെ കുറിച്ച് നമുക്ക് ഊഹിക്കാമായിരുന്നു. വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, തിരുസുന്നത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നതാണ് ദീൻ എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതത്തിന്റെ ലേബൽ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനോട് കഴിഞ്ഞ 1 നൂറ്റാണ്ടോളം സംവദിച്ച ഒരു വിഭാഗമാണ് ഈ രീതിയിൽ പിച്ചും പേയും മതത്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ പണ്ഡിത പ്രസ്ഥാനം 1926 ഒരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ ദീർഘമായ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ ഉമ്മത്തിന് മുമ്പിൽ എന്ത് പ്രഖ്യാപിച്ചുവോ ആ ആദർശത്തിൽ നിന്ന് അണുകിട വ്യത്യാസമില്ലാതെ ഇന്നും അതേ ലക്ഷ്യവും മാർഗവും കേരളത്തിലെ മുസ്ലിം ഉമ്മത്തോട് സംസാരിക്കാനും സംവദിക്കാനും സാധ്യമാകുന്നത് സമസ്തയുടെ അടിമകളായ നമുക്ക് മാത്രമാണ്. അതുകൊണ്ട് ഏറ്റവും സത്യസന്ധമായ, ഏറ്റവും അനുകരിക്കാവുന്ന, ഏറ്റവും സുന്ദരമായ, ഏറ്റവും ഹൃജുവായ പാതയിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സൗഭാഗ്യവാന്മാരായി നിർമ്മിച്ചു കൂടിയിരിക്കുന്നത്. ഈ പ്രസ്ഥാനത്തിന്റെ നന്മകൾ നമ്മുടെ അടുത്ത തലമുറക്ക് കൈമാറുവാനും നമ്മുടെ കൂട്ടുകാരിലേക്ക് പകർന്നു കൊടുക്കുവാനും ഒക്കെ ശ്രമിക്കുമ്പോൾ തന്നെ ധാർമ്മികമായി ഒരു പ്രതിസന്ധിയെ നാം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ധാർമ്മികമായ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ബഹുമാനായ തങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മളിവിടെ ആയിരക്കണക്കിന് മദ്രസകളുടെയും പള്ളികളുടെയും ദർസുകളുടെയും അറബി കോളേജുകളുടെയും എല്ലാ നന്മകളുടെയും ഒക്കെ അവകാശവാദം നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ശരിയാണ്, അതിലൊരിക്കലും തെറ്റില്ല. കേരളത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം ഉമ്മത്ത് കർമ്മപരമായി ഈ ഉമ്മത്ത് ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് പറയാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് സാധ്യമുള്ളൂ എന്നത് ഒരു പരമയാഥാർത്ഥ്യമാണ്, ഒരു വസ്തുതയാണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ മറ്റു മതസംഘടനകൾക്ക് പോലും ചില ഘട്ടങ്ങളിലൊക്കെ കൃത്യമായി പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ സമസ്ത തന്നെ പറയണം, അല്ലെങ്കിൽ പാണക്കാട് സാദാത്യങ്ങൾ തന്നെ പറയണം, അല്ലെങ്കിൽ അവരംഗീകരിക്കുന്ന ആളുകൾ തന്നെ പറയണം എന്ന ഘട്ടത്തിലേക്ക് മറ്റു വിഭാഗങ്ങൾ പോലും എത്തിപ്പെടുന്ന പല ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ പറഞ്ഞാൽ അത് സമൂഹം സ്വീകരിക്കുമോ എന്ന ആശങ്ക മറ്റു മതസംഘടനകളെ ഇപ്പോഴും ആശങ്കയിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അതിന്റെ സത്യം. പല അങ്ങനെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. ആ മാസപ്പിറവി കണ്ട 2 ആളുകളെ വളരെ പെട്ടെന്ന് വാഹനത്തിൽ എടുത്തിട്ടുകൊണ്ട് ഒരു മുജാഹിദ് പ്രവർത്തകൻ മർക്കസ് ദഅവയിൽ ഉസൈൻ പോയി. ഉസൈൻ മടവൂരിൽ പ്രതിദാനം ചെയ്യുന്ന സംഘടനയും അവരും മാസപ്പിറവി ഉറപ്പിക്കുന്നവരാണ്. അവർക്കും അതിലൊക്കെ ചില സംഘടനകളും സംവിധാനങ്ങളും ഉണ്ട്. സത്യത്തിൽ ചെയ്യേണ്ടതെന്താണ്? അങ്ങനെ 2 സാക്ഷികളെ കണക്ക് കൊണ്ടും ഇനി കാഴ്ച കൊണ്ടും 2 നിലക്കും ഉറപ്പായ ആ 2 സാക്ഷികളെ തന്റെ മുന്നിലെത്തുമ്പോ സ്വാഭാവികമായും ഹുസൈൻ മടവൂർ ശവ്വാൽ മാസപ്പിറവി ഉറപ്പിച്ചുകൊണ്ട് പിന്നെയാണ് അത് വിളംബരം ചെയ്യുകയാണ് വേണ്ടത്.
ഹുസൈൻ മടവൂർ പറഞ്ഞത്രേ, അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയപ്പോ ഇവരെ നിങ്ങൾ കാളി മുഹമ്മദ് കോയ തങ്ങൾ അടുത്ത് കൊണ്ടുപോയി ആക്കാൻ വേണ്ടി പറഞ്ഞു. ഹുസൈൻ മടവൂരിന് അറിയാം, ഞാൻ മാസപ്പറി ഉറപ്പിച്ചാൽ അത് സ്വീകരിക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങളെ കിട്ടൂല. ഇതാണ് ഇത് വ്യത്യസ്തമായ വസ്തുതയാണ്. ഈ അർത്ഥത്തിൽ മറ്റു സംഘടനകൾ പോലും, മറ്റു മതസംഘടനാ നേതൃത്വം പോലും ഇവിടെ സമൂഹത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അത് ഈ സമസ്ത കേരള ജമീയത്തുലമയും പാണക്കാട് സാദാത്യങ്ങളും പറഞ്ഞെങ്കിലേ ഈ ഉമ്മത്ത് വിശ്വസിക്കുകയുള്ളൂ എന്ന് മറ്റുള്ളവർ പോലും അംഗീകരിക്കുന്ന പരമാർത്ഥമാണ്. ഈ വസ്തുതകളും ഈ അഭിമാനകരമായ അവസ്ഥകളും ഒക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ ആയിരക്കണക്കിന് മദ്രസകൾക്കും ദർസുകൾക്കും അറബി കോളേജുകൾക്കും യതീംഖാനകൾക്കും ദീനീ വിജ്ഞാന സംരംഭങ്ങൾക്കും ഒരുപാട് നന്മകൾക്കും ഒക്കെ നേതൃത്വം കൊടുക്കുമ്പോഴും അത് കൂടുതൽ ഫലപ്രദമായി നിലനിർത്താൻ ആവശ്യമായ ശ്രമങ്ങൾ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മൾ നിർവഹിക്കേണ്ടിയിരിക്കും. നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി അത് ഫലപ്രദമാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ വൃത്തികെട്ട വാർത്തകൾ, ആ വാർത്തകളുടെയൊക്കെ അടിസ്ഥാനം ഒരു കാലത്ത് മതരംഗവുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന, മതപഠനം ലഭ്യമാകാതിരുന്ന, സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും അവസരം ലഭ്യമാകാതിരുന്ന പ്രാകൃതമായ സമൂഹത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള വൃത്തികെട്ട ഇന്ന് പരിഗണിച്ചുകൊണ്ടിരിക്കുകയോ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യപ്പെടുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ ആശങ്ക, നമ്മളെ വളരെയധികം ഗൗരവത്തോടുകൂടി ചിന്തിപ്പിക്കേണ്ട, ആശങ്ക ജനിപ്പിക്കുന്ന വസ്തുതയാണ്. എന്താണ് കാരണം നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഇതിന്റെ കാരണമെന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മതം എന്ന് പറയുന്നത്, മതവിജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഭൗതിക സ്ഥാപനങ്ങളിലും ആ സ്ഥാപനങ്ങളിൽ സിലബസുകൾക്കകത്തുനിന്ന് പഠിച്ചെടുക്കാനും വായിച്ചെടുക്കാനും അത് പരീക്ഷ എഴുതിക്കൊണ്ട് കൂടുതൽ സ്കോർ നേടാനുമുള്ള ആ മാനദണ്ഡമായിട്ടല്ല മതവിദ്യാഭ്യാസത്തെ ഒരിക്കലും നമ്മുടെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരും നമുക്ക് നേതൃത്വം നൽകിയിട്ടുള്ള നേതാക്കന്മാരും കണ്ടുവന്നിട്ടുള്ളത്. അതൊരു ശിക്ഷണ വ്യവസ്ഥയാണ്. ആ മതപഠനത്തിലൂടെ ലഭ്യമാകേണ്ടത് ഏറ്റവും കൂടുതൽ മാർക്ക് ആര് നേടുന്നു എന്നതല്ല, ആ മതപരമായ പഠനത്തിലൂടെ, മതപരമായ ശിക്ഷണത്തിലൂടെ ഈ കുട്ടിക്ക് ആ ശിക്ഷണം ലഭ്യമാവുകയും ആ തർബീയത്ത് ലഭ്യമാവുകയും അതനുസരിച്ചുകൊണ്ട് അവന്റെ ജീവിതം കരുപിടിപ്പിക്കാവുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ മതസംഘടനാ പ്രവർത്തനങ്ങളും മതവിജ്ഞാന കേന്ദ്രങ്ങളും മാറ്റിപ്പണിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത് മാറ്റിപ്പണിതിട്ടില്ലെങ്കിൽ ഇനിയും ഒട്ടേറെ ദുരന്ത സൂചകങ്ങളായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരും. ഇതൊരു സമുദായത്തിന് അപമാനമാണ് എന്നതിനേക്കാളപ്പുറം ഒരിക്കലും നമ്മളെ പോലെയുള്ള പ്രബുദ്ധർ എന്ന് പറയപ്പെടുന്ന, സംസ്കാര സമ്പന്നർ എന്ന് പറയപ്പെടുന്ന, മതത്തിന്റെ എല്ലാ സുഹൃതങ്ങളും ലഭ്യമായവർ എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ കേന്ദ്രങ്ങളിൽ നിന്ന്, നമ്മുടെ പ്രദേശങ്ങളിൽ നിന്ന്, നമ്മുടെ ജില്ലയിൽ നിന്ന് ഒരിക്കലും ഉയർന്നു വരാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷെ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു, അതൊക്കെ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. പല ആളുകളും പറയുന്നത് അത് നമ്മളാണല്ലോ, അത് മറ്റേ ഗ്രൂപ്പുകാരനല്ലേ, അല്ലെങ്കിൽ അത് മറ്റേ സംഘടനക്കാരനല്ലേ എന്നൊക്കെ ആയിരിക്കാം നമുക്കകത്തുള്ള വിലയിരുത്തലുകൾ. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം, ഇന്ത്യയിലെ പൊതുസമൂഹം ഇവിടെ മറ്റുമൊക്കെ കണ്ടു അവൻ ഏത് ഗ്രൂപ്പുകാരനാണ് എന്നല്ല, മതത്തിന്റെ പേരിൽ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ, മതപ്രഭാഷകരായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ പോലും വൃത്തികെട്ട ചില ലൈംഗിക ചേട്ട ഉൾപ്പെടുന്ന വൃത്തികേടുകളുടെ വാർത്തകൾ ഇവിടുത്തെ മാധ്യമ ലോകം പുറത്തുവിടുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് വരുമ്പോ നമ്മുടെ മതവിദ്യാഭ്യാസവും നമ്മുടെ മതവിജ്ഞാനവും അതിനുവേണ്ടി നടത്തുന്നു എന്ന് പറയുന്ന വികരണം ഫലപ്രദമാകുന്നില്ല എന്ന് തീർത്ത് സമ്മതിക്കേണ്ടി വരുന്ന അവസ്ഥാവിശേഷമാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാൻ സാധിച്ചേക്കാം. പക്ഷേ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിലും പോലും ആശ്വസിക്കാൻ വക നൽകുന്നതല്ല കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും റിപ്പോർട്ടുകളും. ഒറ്റപ്പെട്ടതായിരിക്കാം ഒരുപക്ഷെ പുറത്തു വരുന്നത്, അപൂർവങ്ങളായിരിക്കാം ഒരുപക്ഷെ പത്രങ്ങളിലൂടെ വരുന്നത്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഈ രീതിയിൽ തിന്മകൾ
അതിക്രമിച്ചു വരികയും ധാർമ്മികമായ ബോധവും സദാചാരബോധവും ഒക്കെ അതൊന്നും പരിഗണിക്കപ്പെടേണ്ടാത്ത സ്ഥാനത്തിലൂടെ കടന്നു വരുമ്പോ അത് വലിയ ആശങ്ക ജനിപ്പിക്കേണ്ടതും അതിനെതിരെ വളരെ ഫലപ്രദമായ മാർഗങ്ങൾ അവരുടെ സാഹചര്യമാണ് ഇന്ന് നമുക്കുള്ളത്. ആ അർത്ഥത്തിൽ അതിനെക്കുറിച്ചൊക്കെ സഗൗരവം ചിന്തിക്കുവാനും ആ അർത്ഥത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിലും ആത്മീയതയുടെ പേരിൽ അതേപോലെ മതത്തിന്റെ ഓരോ മേലങ്കി അണിഞ്ഞുകൊണ്ട് പല വ്യത്യസ്തങ്ങളായ നിറത്തിലും ഭാവത്തിലും പലരും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ സംഘടനാ പ്രവർത്തകരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ ചെയ്തതുപോലെ അത്തരത്തിലുള്ള വൃത്തികേടുകൾക്കെതിരെ അത്തരത്തിലുള്ള വ്യാജന്മാർക്കെതിരെയൊക്കെ ശക്തമായ സന്ധിയില്ല സമരം പ്രഖ്യാപിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. മതത്തിന്റെ പേരിൽ എന്തും ചെയ്യാമെന്ന് വന്നിരിക്കുന്നു. വിദായി പ്രസ്ഥാനങ്ങൾക്ക് പോലും അവർക്കൊന്നും പറഞ്ഞതിനെ കുറിച്ച് പോലും കൃത്യമായി ധാരണയില്ലാതെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ആരാധനാക്രമങ്ങളിൽ പോലും മുമ്പ് നിങ്ങളൊരു പക്ഷേ പത്രത്തിൽ വായിച്ചിരിക്കും. കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ സലഫി സെന്ററിലെ മുഖ്യത്വം നിർവഹിച്ചത് ആസാമി ഭാഷയിലാണത്രേ. മുജാഹിദ് പ്രസ്ഥാനക്കാരന്റെ വാദമെന്താ? മലയാളത്തിൽ പുണ്യമുള്ളത് കൊണ്ടല്ലോ ഇവിടെ മലയാള ഖുതുബ നിർവഹിക്കുന്നത്. അവർ പറയുന്നത് അതാണ്, ഖുതുബ തിരിയുന്ന ഭാഷയിലായിരിക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പള്ളിയിൽ ഖുതുബ നിർവഹിക്കാൻ, മലയാളത്തിൽ ഖുതുബ നിർവഹിക്കാൻ പറ്റിയ ഒരാളെ ഈ ഇരിക്കൂർ സലഫി സെന്ററിലെ ഒരു വെള്ളിയാഴ്ച ജുമാക്ക് കിട്ടാത്ത ഖുതുബ നിർവഹിച്ചത് ആസാമുകാരനായ കഴിഞ്ഞ നോമ്പിന് അവിടെ ബാങ്ക് വിളിക്കാൻ കൊണ്ടുവന്നാക്കിയിരുന്ന, അവിടെ മുക്രിയായി ജോലി ചെയ്യുന്ന ആസാമിക്കാരനെ കൊണ്ടുവന്നുകൊണ്ട് ആ വെള്ളിയാഴ്ച അവിടെ ഖുതുബ നിർവഹിച്ചു. ആസാമി ഭാഷയിൽ ഖുതുബ നിർവഹിച്ചു. കണ്ണൂർ ജില്ലയിലും ഇരിക്കൂറിലുമൊക്കെ എത്ര പേർക്ക് ആസാം ഭാഷ അറിയാം? ആസാമി ഭാഷയിൽ ഖുതുബ നിർവഹിച്ചാൽ എത്ര പേർക്കത് തിരിയും? അവരുടെ വീക്ഷണപ്രകാരം ആ ജുമ സ്വഹീഹല്ല. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, മതത്തിന്റെ പേരിൽ എന്തും ചെയ്യാമെന്ന് വന്നിരിക്കുന്ന ഒരു കാലം. ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ മതത്തിന്റെ പേരിലാണ് തോന്നുന്നത്. ഇവരാണ് യഥാർത്ഥ മതവിശ്വാസികളെന്ന് അവകാശപ്പെടുന്നത്. ഞങ്ങളാണ് ഖുർആന്റെയും സുന്നത്തിന്റെയും വാർത്താക്കൾ, വിശുദ്ധരായ വാർത്താക്കൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ അതിന്റെ പേരിൽ എന്തും ചെയ്യാമെന്നായിരിക്കുന്നു. ഈ ഘട്ടത്തിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് കേവലം അലങ്കാരങ്ങളായിക്കൊണ്ടല്ല, വെറും സമ്മേളനങ്ങളും റാലികളും അത്തരത്തിലുള്ള പോസ്റ്റർ പതിക്കലും അതിൽ മാത്രമായി കൂടാ, നേരെ മറിച്ച് ഫലപ്രദമായി ആദർശബോധമുള്ള ആശയപരമായ എല്ലാ അർത്ഥത്തിലും മതപരമായ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാനും അത് തന്റെ ഇടത്തോടുകൂടി തുറന്നു പറയാൻ കഴിയുന്ന പുതിയൊരു തലമുറയെ നമ്മൾ വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. പുതിയ പ്രതിനിധി സമ്മേളനത്തിലൊക്കെ വലിയ വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ ബഹുമാന്യരായ നമ്മുടെ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള ജില്ലാ കമ്മിറ്റി ആവിഷ്കരിച്ചിരിക്കുന്നത് വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ്. ഈ കമ്മിറ്റിയുടെ നിർവഹിക്കപ്പെടുന്ന ഈ ജില്ലാ പ്രതിനിധി സമ്മേളനത്തിൽ ക്യാമ്പസ് വിങ്ങിന്റെ പ്രവർത്തകരെയും വിങ്ങിന്റെ പ്രവർത്തകരെയും നമ്മുടെ സാധാരണ സംഘടനാ പ്രവർത്തകരെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി നടക്കുന്ന ഈ പരിപാടിയിൽ അവർക്കൊക്കെ വ്യത്യസ്തമായ സെഷനുകൾ അവർക്കൊക്കെ അവരുടെ മേഖലയിൽ സംഘടനാ രംഗത്ത് എങ്ങനെ ദീനീ പ്രവർത്തനം നടത്താൻ കഴിയുമെന്നതിനെ കുറിച്ചുള്ള വളരെ ശാസ്ത്രീയവും വ്യവസ്ഥാപിതവുമായിട്ടുള്ള പരിശീലന പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ജില്ലാ പ്രതിനിധി സമ്മേളനം എന്ന് പറയുന്നത് ഒരുപാട് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സമ്മേളനം എന്നതിനേക്കാളപ്പുറം നമ്മുടെ ശാഖയിൽ നിന്ന്, നമ്മുടെ പ്രദേശങ്ങളിൽ നിന്ന്, നമ്മുടെ പുതിയ തലമുറയിൽ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിവും യോഗ്യതയും കേൾപ്പുമുള്ള നല്ല പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് ആ പരിപാടികളിലേക്ക് എത്തിക്കുവാനും അതോടൊപ്പം അതിന്റെ പ്രചാരകരായി നാം ഓരോരുത്തരും മാറുവാനുമൊക്കെ പ്രത്യേകം ശ്രമിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളൊക്കെ ഈ വിനീതിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്യുന്നു. വാഹിദ് ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു